കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ച ബംഗാളിലെ ഒരു സ്ഥലമാണല്ലോ മുർഷിദാബാദ് എന്നത്. ആധുനിക കാലത്ത് ബംഗാളിൻ്റെ യാത്രാവഴികളിലോ അല്ലെങ്കിൽ ഭരണതലങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ ആ പേര് പൊതുവെ കേൾക്കാറുമില്ല. ഒരുപക്ഷെ പലരും ഒരു ചെറിയൊരു പ്രദേശം എന്ന നിലയിലുമാവാം മുർഷിദാബാദിനെ കണക്കാക്കുന്നതും. എന്നാൽ ഒരു കാലത്ത് പഴയകാല ബംഗാളിൻ്റെ തലസ്ഥാനമായി നിലകൊണ്ട നവാബിൻ്റെ ഭരണസിര കേന്ദ്രമായിരുന്ന ഭാഗീരഥി അഥവാ ഹൂഗ്ലി നദിയുടെ കരയിലുള്ള നിർണായകമായൊരു ഇടമായിരുന്നു മുർഷിദാബാദ് എന്ന് പറയാം. അപ്രകാരമുള്ള മുർഷിദാബാദിൻ്റെ ചരിത്ര വഴികളെ പറ്റിയാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. മുർഷിദാബാദിൻ്റെ ചരിത്രമൊക്കെ പ്രധാനമായും മുഗൾ കാലഘട്ടം മുതൽ തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് കാണാം. എന്നാൽ പഴയകാലത്തെ അഥവാ 7-ാം നൂറ്റാണ്ടിലെയൊക്കെ ഗൗഡ സാമ്രാജ്യത്തിൻ്റെയൊക്കെ തലസ്ഥാനമായിരുന്ന കർണസുവർണയൊക്കെ ഇതേ ബെഹാംപൂർ മേഖലയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലായി ഈ പ്രദേശത്തിന് വളരെയധികം നൂറ്റാണ്ടുകൾ മുന്നേ തന്നെ ചരിത്രം കണ്ടെത്താനാവും. 7-ാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയായ ഹ്വാൻസാങ്ങും ഈ മേഖലകളൊക്കെ സന്ദർശിച്ച് രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് ഇവിടം ബുദ്ധിസ്റ്റ് മേഖലകളായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും മുഗളരുടെ കാലത്തോടെയും യൂറോപ്യന്മാരുടെ വരവോടെയും ഈ മേഖല വ്യാപാര ഇടങ്ങളിൽ നിർണായകമായി മാറി തുടങ്ങി. മുഗൾ മേഖല അക്ബറിൻ്റെ കാലത്ത് ഡൽഹിയിൽ ശക്തമായപ്പോൾ പല അഫ്ഗാൻ വിഭാഗങ്ങളുമൊക്കെ ബംഗാൾ മേഖലയിലേക്ക് വരികയും ഇവിടെ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്തു. 1600 കാലത്ത് മൻസിംഗിൻ്റെ നേതൃത്വത്തിൽ അഫ്ഗാൻ വിഭാഗങ്ങളെ കൂടി പരാജയപ്പെടുത്തുകയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഇടമായി ബംഗാൾ മേഖല കൂടി മാറാനും ആരംഭിച്ചു. ആ കാലത്ത് മുർഷിദാബാദ് അറിയപ്പെട്ടത് മഖ്സൂസാബാദ് എന്ന നിലയിലാണ്. ഏതായാലും സിൽക്ക് വ്യാപാരത്തിൻ്റെയൊക്കെ സാധ്യതകൾ മനസ്സിലാക്കിയ ഇംഗ്ലീഷുകാർ ഈ മേഖലകളിലൊക്കെ ട്രേഡിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു തുടങ്ങി. തുടർന്ന് പലരും ഇതിന് അടുത്ത് തന്നെയുള്ള കോസിം ബസാർ മേഖലയിൽ ട്രേഡിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും വ്യാപാര മേഖലയിലെ നിർണായക ഇടമായി ഈ ഒരു ബർഹാംപൂർ മേഖല മാറിയെന്നും പറയാം. 1600കളുടെ അവസാനമൊക്കെ കച്ചവടത്തിൻ്റെയൊക്കെ പേരിൽ ഇംഗ്ലീഷ് മുഗൾ പോരാട്ടങ്ങളുടെ വേദിയായി കൂടി കോസിം ബസാർ അല്ലെങ്കിൽ മുർഷിദാബാദ് മേഖലകൾ മാറുകയുണ്ടായി. മറ്റു യൂറോപ്യൻ ശക്തികൾക്കും ആ കാലത്ത് ഇവിടെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. ഏവർക്കും സിൽക്ക് വ്യാപാരം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ 1696 കാലത്ത് സുഭാ സിംഗിൻ്റെയും അഫ്ഗാനികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു കലാപക്കൊടി ഇവിടെ ഉയരുകയും അവർ മുർഷിദാബാദ്, കോസിം ബസാർ തുടങ്ങിയ വ്യാപാര മേഖലകൾ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. മുഗൾ പടയ്ക്ക് വലിയ തോൽവി തന്നെ ഇവരുടെ നേരിടേണ്ടതായി വന്നു. അതോടെ ഡൽഹിയിൽ നിന്ന് കൂടുതൽ മുഗൾ പട എത്തുകയുണ്ടായി. ഔറംഗസേബിൻ്റെ കൊച്ചുമകനായ അസീമുഷാനെ ബംഗാളിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. ഇതേ സമയം മുഗൾ ആസ്ഥാനമായി നിലകൊള്ളുന്ന ധാക്കയിൽ നിന്ന് സബർദസ്ത് ഖാൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുഗൾ പട മുർഷിദാബാദ് മേഖലകളിലേക്ക് വരികയും റഹീം ഷായുടെ പടയുമായി വമ്പൻ യുദ്ധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. യുദ്ധത്തിൽ തോറ്റ റഹീം ഷായും സൈന്യത്തിനും ഈ മേഖലകളിൽ നിന്നൊക്കെ പിൻവാങ്ങേണ്ടിയും വന്നു. അവരെ സബർദസ്ത് ഖാൻ പിന്തുടരുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ പുറകിൽ നിന്നെത്തിയ അസീമുഷ് ഷാൻ്റെ പടയെത്തുകയും അവരെയും വധിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ അഫ്ഗാനികളുടെ നേതൃത്വത്തിലുണ്ടായ കലാപക്കൊടിയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു മുഗൾ പട. ഏതായാലും 1701 മുർഷിദ് ഖുലി ഖാൻ ബംഗാളിൻ്റെ ദിവാനായി നിയമിക്കുകയുണ്ടായി. രാജകുമാരനായ അസീമുഷ് ഷാൻ നസീം അഥവാ നവാബായി തുടരുകയുമുണ്ടായി. മുർഷിദ് ഖുലി ഖാൻ പ്രവിശ്യയുടെ സാമ്പത്തിക മേഖലകളിൽ പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും മുഗൾ ഖജനാവിലേക്ക് പണം എത്തിക്കുന്നതിൽ ബംഗാളിൻ്റെ പങ്ക് വളരെ കുറവായിരുന്നു. പലപ്പോഴും ചെലവുകൾക്കായി മറ്റ് പ്രവിശ്യകളിൽ നിന്ന് അങ്ങോട്ടേക്ക് പണം നൽകേണ്ടുന്ന അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി മുർഷിദ് ഖുലി ഖാൻ കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കാനായി കടുത്ത നടപടികൾ തന്നെ എടുക്കുകയുണ്ടായി. എന്നാൽ ഇതിന് മറ്റു ഉദ്യോഗസ്ഥരൊക്കെ എതിരായിരുന്നു. അസീമുഷ് ഷാനും അവരുടെ ഒപ്പമായിരുന്നു. അതിൻ്റെ ഭാഗമായി 2 ഭാഗങ്ങളായി ഭരണമേഖലയൊക്കെ മാറുകയും മുർഷിദ് ഖുലി ഖാനെ വധിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതോടെ ധാക്കയിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയ മുർഷിദ് ഖുലി ഖാൻ തനിക്ക് കീഴിലുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ആ പ്രവിശ്യയുടെ ഏതാണ്ട് ഒത്ത നടുക്കുള്ള പ്രദേശമായ മഖ്സൂസാബാദിലേക്ക് എത്തിച്ചേരുകയും ദിവാൻ്റെ തലസ്ഥാനമായി മഖ്സൂസാബാദ് അതോടെ മാറുകയും ചെയ്തു. ഇത് നടന്നത് 1702, 1703 കാലത്താണ്. ഏതായാലും മുർഷിദ് ഖുലി ഖാൻ പെട്ടെന്ന് തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഔറംഗസേബിനെ അറിയിക്കുകയും ഔറംഗസേബ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അസീമുഷ് ഷായോട് ബീഹാറിലോട്ട് മാറാനും ആവശ്യപ്പെട്ടു. 1703, 1704 കാലത്ത് മുർഷിദ് ഖുലി ഖാൻ നേരിട്ട് ഡെക്കാനിലെത്തി ഔറംഗസേബിനെ കാണുകയുണ്ടായി. അതിലൂടെ ദിവാൻ്റെ പദവി മാത്രമല്ല, പകരം ഡെപ്യൂട്ടി നവാബ് എന്ന നിലയിൽ ബംഗാളിൻ്റെ അധികാരം കൂടെ മുർഷിദ് ഖുലി ഖാൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അപ്രകാരം ബംഗാളിൽ
അതിശക്തനായി മുർഷിദ് ഖുലി ഖാൻ മാറുകയാണ്. തിരിച്ച് ബംഗാളിലെത്തിയ മുർഷിദ് ഖുലി ഖാൻ മഖ്സൂസാബാദിൻ്റെ പേര് മുർഷിദാബാദ് എന്നാക്കി മാറ്റി. ഈ മേഖലയിൽ കൊട്ടാരങ്ങളും ഭരണസിരാ കേന്ദ്രങ്ങളുമൊക്കെ സ്ഥാപിക്കാനും ആരംഭിച്ചു. ഇതൊക്കെ നടക്കുന്നത് 1705 കാലത്താണെന്ന് പറയാം. കാരണം മുർഷിദാബാദ് എന്ന അച്ചടിച്ച നാണയങ്ങൾ ആദ്യമായി ഉണ്ടാവുന്നത് ഈ വർഷമാണ്. ബംഗാൾ മേഖലയുടെ ഒത്ത നടുക്കായതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം എന്നതുകൊണ്ട് തന്നെ മുർഷിദാബാദ് പെട്ടെന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരമായി മാറി. വ്യാപാര വഴികളിലും അത്രമേൽ പ്രധാനപ്പെട്ട ഒരിടം തന്നെയായിരുന്നു മുർഷിദാബാദ്. സത്യത്തിൽ മുർഷിദ് ഖുലി ഖാൻ ഒരു ബ്രാഹ്മണൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തെ ഒരു പേർഷ്യൻ കച്ചവടക്കാരൻ വാങ്ങുകയും മകനായി വളർത്തുകയുമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം മുർഷിദ് ഖുലി ഖാൻ ഡക്കാനിലെത്തുകയും മുഗൾ സൈനിക സേവനത്തിൽ ചേരുകയുമുണ്ടായി. കഴിവുകൾ കൊണ്ട് തന്നെ അതിവേഗം ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1701 മുർഷിദ് ഖുലി ഖാൻ എന്ന സ്ഥാനപ്പേരോടെ ബംഗാളിലേക്ക് എത്തുകയും ചെയ്തു. ഔറംഗസേബിന് ശേഷം മുഗൾ കിരീടം ആർക്ക് എന്ന നിലയിൽ വർഷങ്ങളായി പോരാട്ടങ്ങൾ പലരിലായി നടന്നപ്പോൾ ബംഗാളിലെ ശക്തി കേന്ദ്രമായി മുർഷിദ് ഖുലി ഖാൻ മാറുകയുണ്ടായി. തൻ്റെ കഴിവുകൾ വെച്ച് തന്നെ അദ്ദേഹം ഈ സമയം നീക്കങ്ങളുമൊക്കെ നടത്തി. അതിൻ്റെ ഭാഗമായി ബംഗാൾ, ബീഹാർ, ഒഡീഷ മേഖലകളുടെ ഗവർണറായി മുർഷിദ് ഖുലി ഖാൻ മാറി. മുർഷിദാബാദ് ആസ്ഥാനമാക്കിക്കൊണ്ട് മുർഷിദ് ഖുലി ഖാൻ 1704 മുതൽ 1725 വരെ ഭരണം നടത്തുകയുണ്ടായി. മുഗൾ മേഖലയിൽ അധികാരവുമായി ബന്ധപ്പെട്ട നിരന്തര പ്രശ്നങ്ങൾ നടന്നപ്പോൾ മുർഷിദ് ഖുലി ഖാൻ ബംഗാളിനെ മികച്ച രീതിയിൽ ഭരിക്കുകയും സാമ്പത്തികമായി പുരോഗതിയിലേക്കും മികച്ച സുരക്ഷയൊക്കെ നൽകുന്ന ഒരു ഇടമായുമൊക്കെ മാറ്റുകയുണ്ടായി. ആ കാലത്ത് മുഗൾ ഖജനാവിലേക്ക് 1.5 കോടി രൂപയൊക്കെ ബംഗാളിൽ നിന്ന് കൊടുത്തതായി കാണാവുന്നതാണ്. സാധാരണക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീതിയുടെയൊക്കെ കാര്യത്തിലും മുഖം നോക്കാതെയാണ് മുർഷിദ് ഖുലി ഖാൻ നടപടികൾ എടുത്തിരുന്നത്. ഭക്ഷ്യക്ഷാമമൊക്കെ ഇല്ലാതാക്കാനായി അളവിലും അധികം ധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ അദ്ദേഹം പ്രത്യേക സംവിധാനങ്ങളും എടുത്തിരുന്നു. ധാന്യത്തിൻ്റെ കുറവ് വരുമ്പോൾ കയറ്റുമതിക്ക് പകരം മാർക്കറ്റിൽ തന്നെ വിൽക്കാനും അദ്ദേഹം നടപടികൾ എടുത്തിരുന്നു. എന്നാൽ ഹിന്ദുക്കളോട് തുല്യത ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. സമീന്ദർമാരായി ഹിന്ദുക്കളെ നിയോഗിച്ചിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവുമ്പോൾ കടുത്ത ശിക്ഷകളോ അല്ലെങ്കിൽ മുസ്ലിം ആവാൻ അവരെ നിർബന്ധിച്ചിരുന്നതായൊക്കെ ചില എഴുത്തുകളിൽ പറയുന്നുണ്ട്. മുർഷിദ് ഖുലി ഖാൻ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് കൊച്ചുമകനായിട്ടുള്ള സർഫറാസ് ഖാനെ ആയിരുന്നെങ്കിലും ഷുജാഉദ് ദൗളയാണ് അധികാരം പിന്നീട് പിടിച്ചെടുക്കുന്നത്. ഷുജാഉദ് ദൗള എന്നത് മുർഷിദ് ഖുലി ഖാൻ്റെ മകളായ അസീമുന്നിസയുടെ ഭർത്താവായിരുന്നു. മറ്റൊരർത്ഥത്തിൽ സർഫറാസ് ഖാൻ്റെ പിതാവ്. ഇദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷവും ഭരണനയങ്ങൾ ഏറെക്കുറെ ഒരുപോലെ ആയിരുന്നെങ്കിലും ജയിലിൽ കിടന്ന പലരെയും ഇദ്ദേഹം മോചിപ്പിക്കുകയും മതകാര്യങ്ങളിലൊക്കെ തുല്യത പാലിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ പ്രവിശ്യയുടെ സുരക്ഷയ്ക്ക് നിലവിലെ സൈന്യം മതിയാവില്ല എന്ന നിലയിൽ സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും ഇദ്ദേഹം നടപടികളെടുത്തു. മേഖല സമ്പന്നമായിരുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് മുർഷിദാബാദ് എന്ന വലിയ നഗരത്തിൻ്റെ തുടക്കവും കൂടി സൃഷ്ടിക്കപ്പെട്ടു. വമ്പൻ കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും മറ്റുമൊക്കെ ഈ ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ബംഗാൾ മേഖലയെ തന്നെ അദ്ദേഹം 3ആയി തിരിക്കുകയും പ്രധാന മേഖല നേരിട്ടും മറ്റ് 2 ഭാഗങ്ങൾ ഡെപ്യൂട്ടി ഗവർണർമാർ എന്ന നിലയിൽ അലിവർദി ഖാനും സർഫറാസ് ഖാനും നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. ഷുജാഉദ് ദൗള 1725 മുതൽ 1739 വരെയാണ് ബംഗാൾ മേഖല ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സർഫറാസ് ഖാനെ തന്നെ അടുത്ത നായകനായി തീരുമാനിക്കുകയും സർഫറാസ് ഖാൻ അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ 1 വർഷത്തിനുള്ളിൽ അലിവർദി ഖാൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന സൃഷ്ടിക്കപ്പെടുകയും പാറ്റ്നയിൽ നിന്ന് മുർഷിദാബാദിലേക്ക് പട നയിക്കുകയും ചെയ്തു. അപ്രകാരം മുർഷിദാബാദിന് സമീപം അലിവർദി ഖാൻ സർഫറാസ് ഖാൻ പടകൾ ഏറ്റുമുട്ടുകയും അതിൽ സർഫറാസ് ഖാൻ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. 3-ാം നാൾ അലിവർദി ഖാൻ മുർഷിദാബാദിലേക്ക് കടന്നു കയറുകയും അധികാര മേഖലകൾ പിടിച്ചെടുക്കുകയുമുണ്ടായി. എന്നാൽ ഈയൊരു സമയമായപ്പോഴേക്ക് മുഗൾ കേന്ദ്ര മേഖലകൾ അത്രയധികം ശക്തിയില്ലാതായി മാറിയിരുന്നത് കൊണ്ട് തന്നെ ബംഗാൾ മേഖലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പണം നൽകാത്ത അവസ്ഥയും അലിവർദി ഖാൻ്റെ കാലത്ത് ആരംഭിച്ചു. എന്നാൽ അലിവർദി ഖാൻ്റെ 16 വർഷത്തെ ഭരണകാലയളവ് ബംഗാളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കലുഷിതമായ കാലഘട്ടങ്ങളിലൊന്നായിരുന്നു. ഒഡീഷ മേഖലയിൽ ഭരണമേഖലകൾക്കെതിരെ പലപ്പോഴും കലാപക്കൊടികൾ ഉയർന്നു തുടങ്ങി. അതുപോലെ ശക്തിയായി മാറിയ മറാത്തകൾ ബംഗാളിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറി ആക്രമണങ്ങളും ആരംഭിച്ചു. ബീഹാർ മേഖലയിലുള്ളവരും അഫ്ഗാനികളുമൊക്കെ നിരന്തര പ്രശ്നമായി മാറി. മുർഷിദാബാദ് എന്നത് കോട്ടകളാൽ സംരക്ഷണം നൽകുന്ന ഒരു നഗരമൊന്നും ആയിരുന്നില്ല. പകരം ഭാഗീരഥി നദിയായിരുന്നു വലിയൊരു സംരക്ഷണം നൽകിയിരുന്നത്. സമ്പന്ന നഗരമായിരുന്നതുകൊണ്ടും സമ്പന്ന ബാങ്കറായ ജഗത് സേത്തിൻ്റെ മേഖലകളായിരുന്നതുകൊണ്ടും മറാത്തകൾ പലപ്പോഴും മുർഷിദാബാദ് ആക്രമിക്കാൻ നടപടികൾ എടുക്കുകയുണ്ടായി.
അതിനെ തടയാൻ ബംഗാളിനും നിരന്തര നടപടികൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഏതായാലും 1740കളിൽ നിരന്തര യുദ്ധങ്ങൾ തന്നെ ഈ മേഖലകളിൽ നടത്തപ്പെട്ടു. 1751 അലിവർദി ഖാൻ മറാത്തയുമായി ഒടുവിൽ സന്ധി ചെയ്യുകയും ഒഡീഷ മേഖല അവർക്ക് വിട്ടു നൽകുകയുമുണ്ടായി. അതുപോലെ വർഷം തോറും 12 ലക്ഷം രൂപ നൽകാമെന്നും ധാരണയായി. 1756 അലിവർദി ഖാൻ മരണപ്പെടുന്നത്. അലിവർദി ഖാനെ തുടർന്ന് അധികാരത്തിലെത്തുന്നത് സിറാജുദ്ദൗളയാണ്. അലിവർദി ഖാൻ്റെ കൊച്ചുമകനായിരുന്ന സിറാജുദ്ദൗളയെ അദ്ദേഹം തന്നെയായിരുന്നു 1752 കാലത്ത് തൻ്റെ പിൻഗാമിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. ആ സമയം സിറാജുദ്ദൗളയ്ക്ക് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സിറാജുദ്ദൗള അധികാരത്തിലെത്തിയപ്പോൾ ബ്രിട്ടീഷുകാരുമായി തെറ്റുകയും അവിടെ ഒരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവുകയും അദ്ദേഹം കൊൽക്കത്ത തന്നെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. റോബർട്ട് ക്ലൈവ് എത്തി അത് തിരിച്ചു പിടിക്കുകയും ഉണ്ടായി. 1757 ഫെബ്രുവരിയിൽ സന്ധിയും ഒപ്പിടേണ്ടി വന്നു. എന്നാൽ അധികം താമസിയാതെ സിറാജുദ്ദൗളയെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചനകൾ ബ്രിട്ടീഷുകാരായാലും അല്ലെങ്കിൽ ബംഗാളിൻ്റെ മേഖലകളിലുള്ളവർ തന്നെയായാലും ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 1757 ജൂൺ 15 ക്ലൈവിൻ്റെ പട മുർഷിദാബാദ് ലക്ഷ്യമാക്കി പടനീക്കം ആരംഭിച്ചു. അവർക്ക് സഹായങ്ങളുമായി ബംഗാളിൻ്റെ മേഖലകളിലുള്ളവർ തന്നെ കാത്തിരിക്കുന്നുമുണ്ടായിരുന്നു. അപ്രകാരം വലിയൊരു യുദ്ധം സൃഷ്ടിക്കപ്പെടുകയും സിറാജുദ്ദൗള തോൽക്കുകയും ഒടുവിൽ പിടിക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ വധിക്കുകയും ഒക്കെയാണ് ഉണ്ടായത്. ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം 1757 ജൂൺ 29 നടന്ന വിഖ്യാതമായ പ്ലാസി യുദ്ധത്തിന് ശേഷം റോബർട്ട് ക്ലൈവ് മുർഷിദാബാദ് നഗരത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. തുടർന്ന് മിർജാഫറെ നവാബ് സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതോടെ ബംഗാളിലെ നിർണായക ശക്തിയായി ബ്രിട്ടീഷ് ഉയരുകയാണ്. പിന്നീട് നവാബിൻ്റെ സ്ഥാനം പോലും ബ്രിട്ടീഷ് ഭരണമേഖലകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായി മാറുകയുണ്ടായി. അപ്പോഴും തലസ്ഥാനം എന്ന നിലയിൽ മുർഷിദാബാദ് പ്രത്യേക സ്ഥാനമൊക്കെ അലങ്കരിച്ചിരുന്നു. എങ്കിലും ബ്രിട്ടീഷ് ഭരണതലങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊൽക്കത്ത മേഖലകളുടെ പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നവാബുമാരുടെ ശക്തി കുറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ബ്രിട്ടീഷ് നവാബ് പോരാട്ടങ്ങളും ഈ ഒരു കാലത്ത് സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷ് ശക്തി ബംഗാൾ മേഖലയിൽ വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അധികം താമസിയാതെ ഭരണമേഖലകളിലേക്കും സാമ്പത്തിക ആധിപത്യത്തിലുമൊക്കെ ബ്രിട്ടീഷുകാർ നിർണായകമായി മാറി. ഭരണതലങ്ങൾ കൂടി ബ്രിട്ടീഷ് മേഖലകളിലേക്ക് എത്തിയതോടെ മുർഷിദാബാദ് എന്ന ചരിത്ര തലസ്ഥാന നഗരത്തിൻ്റെ പ്രാധാന്യം തന്നെ കുറഞ്ഞു തുടങ്ങി. നവാബൊക്കെ ബ്രിട്ടീഷുകാരുടെ പെൻഷനർ എന്ന അവസ്ഥയിലേക്കും വന്നെത്തി. നവാബ് എന്ന പദവി ഉണ്ടെങ്കിലും തീരെ ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ബ്രിട്ടീഷ് നീക്കങ്ങൾ ബംഗാളിൻ്റെ പൊതുമേഖലകളെ കൊണ്ടുചെന്നെത്തിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബർഹാംപൂരിലും വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ നടന്നതായി കാണാവുന്നതാണ്. ഏതായാലും 1880 നവാബ് ഓഫ് ബംഗാൾ എന്ന പദവി തന്നെ നിർത്തലാക്കപ്പെട്ടു. ഭരണമേഖലകൾ കൊൽക്കത്തയിലേക്ക് പല കാലങ്ങളായി മാറിയതുകൊണ്ട് തന്നെ 1757 ശേഷം മുർഷിദാബാദിൻ്റെ പ്രസക്തി ഘട്ടം ഘട്ടമായി കുറഞ്ഞു തുടങ്ങി എന്നുകൂടി പറയാം.